ഹലോ, വെൽക്കം ടു സിങ്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം. നമ്മൾക്കറിയാം CMA USA രണ്ട് പാർട്ടായിട്ടാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്കിപ്പോൾ അതിനെ യൂഷ്വലി പറയുന്നതാണ് പാർട്ട് 1, പാർട്ട് 2. അതിൽ പാർട്ട് 1 നമ്മൾക്ക് 6 സെക്ഷൻ പഠിക്കാനുണ്ട്. ABCDEF എന്ന് പറഞ്ഞിട്ട് 6 സെക്ഷൻ. അതുപോലെ പാർട്ട് 2 മറ്റൊരു 6 സെക്ഷൻ പഠിക്കാനുണ്ട്. ഇതിനെ ടോട്ടലി കംപ്രഹെൻസീവ് ആയിട്ട് പറയുന്നതാണ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പാർട്ട് 1 മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിന് അവരുടെ ഭാവിയിലുള്ള പ്രാക്ടിക്കൽ വർക്കിംഗ് ലൈഫിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ പ്ലാനിങ്, ബഡ്ജറ്റിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കുന്ന പാർട്ട് 1 സെക്ഷൻ ബി. പേര് പറയുകയാണെങ്കിൽ പ്ലാനിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ എന്തൊരു കാര്യത്തിനും ഇപ്പൊ ലൈഫിലായാലും അല്ലെങ്കിൽ പിന്നെ ബിസിനസ്സിലായാലും പ്ലാനിങ് ഇല്ലാതെ, അതായത് അൺപ്ലാനഡ് ആയിട്ട് ചെയ്യാം. നമ്മൾ ചിലപ്പോഴൊക്കെ പറയും തോന്നിവാസം ചെയ്യാന്നൊക്കെ പറയും. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ഒരു കാര്യത്തിനെ കൊണ്ട് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് നമ്മുടെ ട്രാക്ക് സ്മൂത്ത് ആയിരിക്കില്ല. അപ്പൊ ഇവിടെ അതൊക്കെ കൊണ്ട് തന്നെ നമ്മളിവിടെ ബിസിനസിന്റെ പ്ലാനിങ് CMA USA നമ്മൾക്ക് ഇതൊരു പാർട്ട് 1 20% വെയിറ്റേജ് വരുന്നുണ്ട്. 20% വെയിറ്റേജും ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ബാക്കി 5 ഏരിയ കൂടി ടോട്ടൽ 80% പ്ലസ് ദിസ് 20%, ടോട്ടൽ 100%. ഓക്കെ, എനിവേ, അപ്പൊ നമുക്ക് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം വരെ മനസ്സിലാക്കിക്കൊണ്ട് ലൈൻ ബൈ ലൈൻ, എക്സാമ്പിൾ ബൈ എക്സാമ്പിൾസ്, ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു കംപ്ലീറ്റ് കോംപ്രഹെൻസീവ് പ്രാക്ടീസ് സെഷനാണ്. നിങ്ങൾ ഇത് ഒരിക്കലും എന്ത് ചെയ്യരുത്, പിന്നെ ജസ്റ്റ് ഒരു വെറുതെ ഇങ്ങനെ നമ്മൾ റെക്കോർഡഡ് ക്ലാസ് പർച്ചേസ് ചെയ്തുകൊണ്ടൊന്ന് കേട്ടുവിടാം, ആ ഒരു ലെവല് നിങ്ങൾ ഒരിക്കലും ഇതിനെ കാണരുത്. നിങ്ങൾ ലൈഫിലെ വലിയൊരു ഡിസിഷൻ എടുത്തു, പിന്നെ ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിങ് കോഴ്സ് ചൂസ് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു സീരിയസ്നെസ് നമ്മൾ എപ്പോഴും കാണിക്കണം. ബിക്കോസ് നമുക്കറിയാം ലോകത്ത് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, ഒരുപാട് സർവീസസ് ഉണ്ട്. ഇനിയും ലക്ഷക്കണക്കിന് പ്രൊഡക്ട്സും സർവീസും വരാനുണ്ട്. അതിനൊക്കെ ഒരു പ്രൊഡക്റ്റിന് കോസ്റ്റ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര പൈസക്ക് വിൽക്കണം, സെല്ലിംഗ് പ്രൈസ് ഡിസൈഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യം സെറ്റ് ചെയ്യാൻ ഒത്തന്റിക് ആയ ആൾക്കാരാണ് ഈ CMA-ക്കാർ. അപ്പോ നമ്മൾ അത്രയും വാലിഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസിഷൻ എടുത്തു പഠിക്കാം, അത് വളരെ സീരിയസ്നെസ്സോടുകൂടി, അതായത് ചുമ്മാ ഒരു കളിച്ചിരി തമാശ ഇതൊക്കെ പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് ക്ലാസ്സിലിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഒന്നും മനസ്സിലാവാതെ അങ്ങ് വിഴുങ്ങുക, ബൈ ഹാർട്ട് സ്റ്റഡി, ഇങ്ങനെ ഒന്നും പഠിക്കരുത്. ഒരു പെർഫെക്റ്റ് ഒരു ലേണിംഗ് മെത്തഡോളജി ഉണ്ട്, അത് നിങ്ങൾക്ക് ത്രൂ ഔട്ട് ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതില് ഞാൻ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് കോൺസെപ്റ്റ് ആൻഡ് സിലബസ് കവറേജ് പ്ലസ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HOCK, നമ്മുടെ CMA-USAന്റെ ഓതറൈസ്ഡ് മെറ്റീരിയൽ പ്രൊവൈഡർ ആണ് ഹോക്ക്. അപ്പോ ഈ ഹോക്കിലാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഒക്കെ അതിന്റെ ബേസിലാണ് പോകുന്നത്. എന്ന് വെച്ചിട്ട് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു രീതിയല്ല. നമ്മൾക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന്റെ ഇടയിൽ നമ്മുടേതായ ഒരു നോട്ട് ഉണ്ട്, നമ്മുടേതായ ഒരു എക്സാമ്പിൾസ് ഉണ്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പൊ CMA-USA പഠിക്കാൻ ഹോക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്, വൈലി എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്, ബെക്കർ ഉണ്ട്, റിഗോസ് ഉണ്ട്, ഇങ്ങനെ പല പല മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, ഇത് ഏത് വേണേലും നമുക്ക് ഫോളോ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നമ്മളിവിടെ ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ആൻഡ് ഉള്ളതിലൊരു ബെസ്റ്റ് ഹോക്ക് ഗ്ലെയിം ഒക്കെയാണ്. അപ്പൊ ബെസ്റ്റ് വണ്ണാണ് നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങളൊരു സെർട്ടൻ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ഫസ്റ്റ് ഈ റെക്കോർഡഡ് ക്ലാസ് പെർഫെക്റ്റ് ആയിട്ട് കേൾക്കുക. ഇതിനോടൊപ്പം ഉള്ള PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. വൺസ് നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ PDF വരും. ആ PDF ഓപ്പൺ ചെയ്തിട്ട് ക്ലാസ്സിൽ കയറിയിരിക്കാം. അല്ലെങ്കിൽ ക്ലാസ്സിന്റെ ബിഹൈൻഡ് ദ സ്റ്റോറിയിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ PDF കാണാൻ പറ്റും. ഇനി ചില ആൾക്കാർക്ക് അത് വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സെപ്പറേറ്റ് PDF ആയിട്ട് നോക്കാവുന്നതാണ്. എന്നിട്ട് അത് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം, അതായത് വായിച്ച് മനസ്സിലാക്കി
ക്ലാസ് കേൾക്കലോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ലെക്ചർ നോട്ട് ഉണ്ടാക്കുക. ലെക്ചർ നോട്ട് ഇൻ ദ സെൻസ് മേ ബി ഇംഗ്ലീഷിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ ലാംഗ്വേജിൽ എഴുതാം. മോസ്റ്റ് പ്രിഫറബിളി ഇംഗ്ലീഷിൽ എഴുതലായിരിക്കും ബെറ്റർ. അതായത് ഈ സെയിം ഞാൻ ഇവിടെ പറയുന്ന നോട്ട് എഴുതാനല്ല പറയുന്നത്, നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അത് കണക്ട് ആവാൻ എന്ത് എക്സാമ്പിൾ ആണോ സ്ട്രൈക്ക് ആയത് അത് എഴുതി വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സിംഗിൾ ലൈനായിട്ട് അതിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതി വെക്കാം. അപ്പോൾ എന്തിരുന്നാലും ഒരു പൊതുവെ നമ്മൾ കുട്ടികളോട് പറയാണ്, ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു ജേർണലിസ്റ്റ് ഇരിക്കുന്ന പോലെ ഇരിക്കണം. അൺലൈക്ക് നമ്മൾ ഡിഗ്രി പ്ലസ് ടു ഒക്കെ പഠിച്ച പോലെ എന്താണ് കുറച്ച് ആൾക്കാർ നോട്ട്സ് ഒക്കെ റെക്കോർഡ് ചെയ്യും, അങ്ങനെയല്ല. ഒരു ജേർണലിസ്റ്റ് എങ്ങനെയാണ്, ഒരാൾക്ക് ഒരു പൊളിറ്റീഷ്യനോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇന്നത്തെ കാലത്തെല്ലാം മൈക്കിൽ റെക്കോർഡഡ് ആയിരിക്കും. പഴയൊരു വേർഷൻ പറയുകയാണെങ്കിൽ അതെല്ലാം അവർ റൈറ്റ് ഡൗൺ ചെയ്യും ഇമ്പോർട്ടന്റ് പോയിന്റ്, എന്നിട്ട് അതായിരിക്കും അവർ ന്യൂസ് ചാനലിൽ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് എടുക്കും. അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് എടുക്കുന്ന ഒരു ഏരിയ, ആ ഏരിയ ക്ലാസ് കംപ്ലീറ്റ് കേട്ടു, അതിൻ്റെ ഒരു ലെക്ചർ നോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയ ലെക്ചർ നോട്ടും എൻ്റെ ഒഫീഷ്യൽ PDF തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ റീകൺസീൽ ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞത് തന്നെയാണോ നിങ്ങളുടെ റെക്കോർഡഡ് ക്ലാസ്സിൽ ഉള്ളത് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡ് വൈസ് അതെന്താണോ മാച്ച് ആവണം. അതർവൈസ് നിങ്ങൾക്ക് കോൺസെപ്റ്റിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, റെക്ടിഫൈ ചെയ്ത് തിരുത്താം. എന്നിട്ട് നമ്മൾ ഒരുപാട് MCQs, ഈ പ്രിന്റിൽ തന്നെ ഒരുപാട് MCQ മീൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ essay ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക, ഞാൻ ക്ലാസ്സിൽ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നിങ്ങളും എന്ത് ചെയ്യുക, സെൽഫായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പ്രത്യേകം ഇപ്പോൾ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന കുട്ടികളോട്, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്ന കുട്ടികളോട് പ്രത്യേകം പറയാനുള്ളത്, ഇതിപ്പോൾ ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അതവിടെ പ്ലേ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പോകരുത്. പോസ് ചെയ്ത് കേൾക്കുക. ഒരു സെർട്ടൈൻ പാരഗ്രാഫോ ഒരു സെർട്ടൈൻ ലൈൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്കത് എഴുതാനുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്യുക. ഇപ്പോൾ റിയലി പ്രാക്ടിക്കൽ ഓഫ്ലൈൻ ക്ലാസ് നമ്മളെങ്ങനെ എടുക്കുക, എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കുട്ടികളുണ്ടാവും. അപ്പോൾ ഞാനൊരു കോൺസെപ്റ്റ് പറയും, എന്നിട്ട് അവർക്കൊരു ടൈം കൊടുക്കും. ആ ടൈമിൽ അവർ റൈറ്റ് ഡൗൺ ചെയ്യും അവർക്ക് എഴുതാനുള്ളതൊക്കെ. അവർക്കത് കംപ്ലീറ്റ് മനസ്സിലായി, എന്നിട്ട് നെക്സ്റ്റ് ടോപ്പിക്ക് ഞാൻ മൂവ് ചെയ്യും. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പോസ് ചെയ്ത് കേൾക്കുക. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ പഠിക്കാനുള്ളത് സെക്ഷൻ B. പൊതുവെ ഒരു സംശയം ഉണ്ടാവും, എന്തിനാണ് ഈ ഫസ്റ്റ് സെക്ഷൻ B, സെക്ഷൻ A ഇല്ലേ, സെക്ഷൻ B ഇല്ലേ, സെക്ഷൻ C ഇല്ലേ? നമ്മളിപ്പോൾ ഇവിടെ ഈ പ്ലാറ്റ്ഫോം ത്രൂ പിന്നെ ക്ലാസ് പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് നമ്മളൊരു പക്ക ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് ഇന്ന സെക്ഷൻ കേട്ടതിന് ശേഷം ഇന്ന ഏരിയ പോയി കേൾക്കുക. നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അത് ഓരോ കുട്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു വേയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കണ്ടു തീർക്കുക. ഇപ്പോൾ നോർമൽ CMUSന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ A കഴിഞ്ഞിട്ട് B കഴിഞ്ഞിട്ട് C കഴിഞ്ഞിട്ട് D കഴിഞ്ഞിട്ട് E ദെൻ F, ഈ ഒരു ഓർഡറാണ്. ഈ ഒരു ഓർഡറിനേക്കാൾ എന്താണ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ഓർഡറിനേക്കാൾ എത്രയോ ബെറ്റർ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഓർഡറാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു ഡൗട്ടില്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു കൊടുക്കാം. ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ടു സെക്ഷൻ B. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സെക്ഷൻ്റെ ഒരു കംപ്ലീറ്റ് പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. നമുക്കിതിനെ 3 ആയിട്ട് പഠിക്കാം. ജസ്റ്റ് ഒറ്റൊരു ലൈനായിട്ട് പഠിക്കാതെ ഫസ്റ്റ് പ്ലാനിങ് മാത്രം പഠിക്കാം, പിന്നെ ബഡ്ജറ്റിംഗ് പഠിക്കാം, പിന്നെ ഫോർകാസ്റ്റിംഗ് പഠിക്കാം. ഈ ഒരു ഓർഡറിൽ. ഓക്കെ, ഈ ഒരു ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് പോകാം. അപ്പം അതിൽ ഞാൻ പ്ലാനിങ് എന്നുള്ള ടോപ്പിക് അതാണ് ഫസ്റ്റ് നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സിംപ്ലി എല്ലാവർക്കും അറിയാം പ്ലാനിങ്. ഇപ്പോൾ എനിക്ക് മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോകണം. മൂന്നാറിലേക്ക് എനിക്കൊരു ട്രിപ്പ്, ഒരു ത്രീ ഡേയ്സ് ട്രിപ്പ് പോകണം. 3 ഡേയ്സ് ട്രിപ്പ് പോകുമ്പോൾ എനിക്കൊരു ഐറ്റിനറി ഉണ്ടാവും. ഫസ്റ്റ് ഡേ മോർണിംഗ് 6 o'clock ഡിപ്പാർച്ചർ ചെയ്യുന്നു. കാറോ ബസ് ഏതിലാണോ നമ്മൾ പോകുന്നു. പിന്നെ ഇത്രയാണ് എമൗണ്ട്, ബഡ്ജറ്റ് ഇത്രയാണ്. പിന്നെ ഫസ്റ്റ് ഡേ ഇന്ന സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യണം. അതുപോലെ ട്രക്കിങ്ങിന് പോകണം, വാട്ടർഫോൾ കാണാൻ പോകണം. ഇങ്ങനെ ഓരോരോ ഇന്ന സ്ഥലത്ത് സ്റ്റേ. അപ്പോൾ ഇവിടെ ഈ 3 ഡേയ്സ് ട്രിപ്പ് നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ പ്രീ പ്ലാൻ ഇതാക്കണ്ടോ.
പ്ലാൻ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും. ഇത് തന്നെയാണ് സിംപ്ലി പ്ലാനിങ്. ഈ പ്ലാന്റെ ബേസിലാണ് നമ്മളൊരു ട്രാക്ക് വരച്ചു. ആ ട്രാക്കിലൂടെ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇതാണ് ഒരു സിമ്പിൾ വേ ഓഫ് പ്ലാനിങ്ങിന്റെ എക്സ്പ്ലനേഷൻ. ഇതിന് വെൻ ഇറ്റ് കംസ് ടു ബിസിനസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇലാബറേറ്റ് ആയിട്ട് പറയാനുണ്ട്. നമ്മൾ ലൈഫിന്റെ പ്ലാനിങ്ങിനെ പറ്റി അല്ല പറയുന്നത്, ബിസിനസിന്റെ പ്ലാനിങ്ങിനാണ്. പിന്നെ പ്രൊവൈഡഡ് എടുത്തു പറയാനുള്ളത്, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഏരിയ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫും വെൽ പ്ലാനഡ് ആയിട്ട് പോകണം. തുടങ്ങുന്ന തന്നെ പ്ലാനിങ് ആണ്. അപ്പോൾ ബിസിനസ്സിൽ പഠിക്കുമ്പോൾ എപ്പോഴും റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. ഒരിക്കലും ഒരു ബൈ ഹാർട്ട് ഫോർമാറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, ക്ലാസ് കൊണ്ടുപോകരുത്, അങ്ങനെ പഠിക്കരുത്. വലിയൊരു മിസ്റ്റേക്കാണ്. മനസ്സിലാക്കി എന്ത് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബെറ്റർ ആയിട്ട് നമുക്ക് ബിസിനസിന്റെ പ്ലാനിങ് ചെയ്യാം, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം, ഭാവിയിൽ വലിയൊരു എക്സ്പോഷറിലേക്ക് പോവാം. ഓക്കെ, അതിൻ്റെ ഒരു തുടക്കമാവട്ടെ കേട്ടോ. ഇപ്പോൾ പ്ലാനിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഇതിൽ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് കൊണ്ടുദ്ദേശിക്കുന്നത്, ഞാനിതിങ്ങനെ ഒരുപാട് ഡെഫിനിഷൻസ് ഒക്കെ വായിക്കുന്നതിന് പകരം ഫസ്റ്റ് നമുക്ക് കുറച്ച് അടിപൊളി എക്സാമ്പിൾസ് എടുത്ത് കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനിഷൻസ് വായിക്കാം. ഇതാ, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് അല്ലേ. ഇപ്പോൾ വാട്ട് ഈസ് ദ ടാറ്റ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്ട്രാറ്റജി ഓഫ് ടാറ്റ മോട്ടോഴ്സ് എന്നൊരാൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അവരുടെ സ്ട്രാറ്റജി, ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ടത്, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ലോങ് ടേം പെർസ്പെക്റ്റീവില്ല, ലോങ് ടേമിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതാണ്. ഏതൊരു കമ്പനിയുടെയും അൾട്ടിമേറ്റ് സ്ട്രാറ്റജി സുപ്പീരിയർ പ്രോഫിറ്റബിൾ കമ്പനി ആവാന്നുള്ളതാണ്. നമ്മളിവിടെ ഒരിക്കലും ഒരു ചാരിറ്റിയോ ഒരു ഓർഫനേജോ നടത്തുന്ന ആൾക്കാരല്ല. നമ്മളിവിടെ ബിസിനസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് ബിസിനസിന്റെയും അൾട്ടിമേറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമൈസ് പ്രോഫിറ്റ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഈ ഒരു സംഭവമാണ്. ആ ഒരു ജോണറിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ദ കമ്പനി ടാറ്റ മോട്ടോഴ്സ് എയിംസ് ഫോർ ഹയർ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി കീപ്പിംഗ്. ഞാനിവിടെ ടാറ്റന്റെ മോട്ടോഴ്സ്, അതായത് കാറ്, ട്രക്ക്, ആ ഒരു പെർസ്പെക്റ്റീവിലാണ് അവർ ആ ടാറ്റ മോട്ടോഴ്സ്, അതായത് ടാറ്റ കമ്പനിയുടെ അണ്ടറിലുള്ള ടാറ്റ മോട്ടോഴ്സിന്റെ സ്ട്രാറ്റജിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി കൊടുക്കുക, കീപ്പിംഗ് വെഹിക്കിൾ പ്രോഗ്രാം ഓൺ ട്രാക്കിൽ അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ട് വെഹിക്കിൾ എടുത്തിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാൻ പറ്റുക. ആൻഡ് എൻഷുറിങ് ഓപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ് ടു ഡെലിവർ ആൻ ഓപ്റ്റിമൽ എക്സ്പീരിയൻസ് ടു ഈവൻ മോർ കസ്റ്റമേഴ്സ്. ഇനിയും എന്ത് ചെയ്യുക, ഒരുപാട് കസ്റ്റമേഴ്സ് അവരുടെ പ്രൊഡക്റ്റ് സർവീസ് ഒക്കെ എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. The company aims to provide products and services that customer desire. കസ്റ്റമേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവലിൽ, അതും അല്ലെങ്കിൽ while trying to exceed customer expectation over time, beyond their expectation എന്ത് ചെയ്യുക, നമ്മൾ ട്രാവൽ ചെയ്യുക. ഓക്കെ, ടാറ്റ മോട്ടോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അടുത്ത എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് ബ്രാൻഡാണ് അഡിഡാസ്. അഡിഡാസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, അത്ലറ്റീസ്, സ്പോർട്സ് പേഴ്സൺസിനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇവർ പറയുന്നത് ടു എംപവർ അത്ലറ്റീസ്, അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അൺലീഷ് ദെയർ ക്രിയേറ്റിവിറ്റി. അൺലീഷ് ദെയർ, നമ്മളറിയില്ലേ, നമ്മൾ ഈ ഡോഗിനൊക്കെ ലീഷ്, കഴുത്തിൽ ഒരു അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലീഷ് കിട്ടും. അപ്പൊ അൺലീഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നൊക്കെ പറയല്ലേ. ആ ഒരു വേല സ്പോർട്സ് പേഴ്സണ് എന്താണ് അവരുടെ സ്പോർട്സിൽ അവർക്ക് അപ്സ്കില്ലിംഗ് ആയിട്ട് വേണ്ടത്, അതിനാവശ്യമായി ഷൂസ്, ടീഷർട്സ്, സോക്സ്, ഇങ്ങനെ എന്തൊക്കെ അവർക്ക് വേണം. നിങ്ങളിപ്പോ ഫുട്ബോൾ കാണുമ്പോഴും ക്രിക്കറ്റ് കാണുമ്പോഴൊക്കെ അഡിഡാസ് ഇല്ലാത്തൊരു സംഭവം ഇല്ല അല്ലേ. ഇനി അത് മനസ്സിലായില്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സേ ഫോർ എക്സാമ്പിൾ സിങ്ക്. ഇപ്പൊ സിങ്ക് നമ്മൾ സ്ട്രാറ്റജി ഫോക്കസ് ചെയ്യുന്നത്, an educational institution strategy is to build an educated society. ചുമ്മാ 1-2 കുട്ടികൾ റെക്കോർഡഡ് ക്ലാസ് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ 1-2 ലൈവ് ക്ലാസ് എടുത്തു, ഓഫ്ലൈൻ ക്ലാസ് എടുത്തു, ഓൺലൈൻ ക്ലാസ് എടുത്തു, ഒരിക്കലും ഒരു എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിനെ ഉണ്ടാക്കാൻ ഷോർട്ട് ടേം പീരീഡിൽ പറ്റില്ല. ഇപ്പൊ അഡിഡാസ്, മെർസിഡീസ് ബെൻസ്, ടാറ്റ മോട്ടോഴ്സ്, ഇന്ന് നമ്മൾ കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഏത് കമ്പനീസും, ഇനി നിങ്ങളുടെ നാട്ടിലും കുറെ കാലമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്, അവരൊക്കെ മിനിമം 3 to 5 years ആയിട്ടുണ്ടാവും അവരുടെ മാർക്കറ്റിൽ. അപ്പോൾ ഞാൻ ഈ 3 to 5 years എന്നൊക്കെ പറയുമ്പോൾ സ്ട്രാറ്റജി എന്താണ്, ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ സിങ്കിന്റെ ഈ ഒരു റെപ്യൂട്ടഡ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സൊസൈറ്റിനെ ഉണ്ടാക്കാന്നുള്ളത് ഒരിക്കലും ഇവിടെ 1-2 ബാച്ച് റൺ ചെയ്താൽ നടപടിയാവില്ല. കുറച്ച് കാലം ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ
കുട്ടികൾ പഠിക്കുന്നു, അവർ അത് ത്രൂ പാസ്സാവുന്നു, എന്നിട്ട് പിന്നെ അവർ എക്സ്പീരിയൻസിന് കയറുന്നു, അവർ ജോബിന് കയറുന്നു, ഫാമിലിനെ സെർവ് ചെയ്യുന്നു, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ ഒരു 4-5 വർഷത്തെ പ്രോസസ്സാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റജി കീ പോയിന്റ് ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് നമ്മൾ സ്ട്രാറ്റജി ഫോക്കസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എ കമ്പനി സ്ട്രാറ്റജി ഈസ് ടു ക്രിയേറ്റ് എ റെപ്യൂട്ടഡ് ബ്രാൻഡ് ഉണ്ടാക്കുക എന്നുള്ളത് ഇതൊരു സ്ട്രാറ്റജിയാണ്. ഈ ബ്രാൻഡ് എന്നുള്ള ടേമിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ടീഷർട്ട് കമ്പനി ആണെങ്കിൽ ഒരു 3-4 ടീഷർട്ട് ഉണ്ടാക്കിയാലൊന്നും പറ്റില്ല, അല്ലെങ്കിൽ 1-2 വർഷം റൺ ചെയ്താലൊന്നും നടപടിയാവില്ല. അതൊരു ലോങ് ടേം പെർസ്പെക്റ്റീവാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഹൗ ടു എക്സ്പാൻഡ് ദ ബിസിനസ് ഇൻ ടു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആൻഡ് ഇൻക്രീസ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ബൈ 25% വിച്ച് ഇൻ ദ നെക്സ്റ്റ് 5 years. അടുത്ത 5 വർഷം കൊണ്ട് എന്ത് ചെയ്യാം, ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 25% അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. എങ്ങനെ? ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ പ്രസൻസ് അറിയിച്ചിട്ട്. അതായത് ഞാനൊരു കേസ് സ്റ്റഡി എടുക്കാം. എന്താണ്, ബിഫോർ കൊറോണ, അല്ലെങ്കിൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു 2018-19 ആ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആമസോൺ ബേസിക്കലി അവര് സ്ട്രോങ് ആയിട്ടുള്ളത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്. ഓഫ്ലൈൻ ഉണ്ട്, പക്ഷെ അതിനേക്കാൾ എത്രയോ ഉപരി മേലെ നിൽക്കുന്നതാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ആമസോൺ കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ളത്. അപ്പൊ ഇത് ബേസിക്കലി ആമസോൺ എന്നുള്ളത് ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ ബിഫോർ കൊറോണ ആമസോണിന്റെ ജെഫ് ബെസോസ്, അതിന്റെ ഫൗണ്ടർ, ആളെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് അന്ന് മേ ബി കുറച്ച് ഒരു 10-15 years ബാക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ബിഗ് ബസാർ. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ടാവും. ബിഗ് ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഹോൾ ഇന്ത്യയിലെ എല്ലാ ജില്ലയിലും അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. ബിഗ് ബസാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ നെസ്റ്റോ അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ ഇല്ലേ, അതിന്റെ ഒരു പഴയ വേർഷൻ ബിഗ് ബസാർ. അവിടെ എല്ലാം ഉണ്ട്, ഡ്രസ്സ്, മറ്റ് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ബ്രാൻഡ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു കമ്പനി ഉണ്ട്. ബ്രാൻഡ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഫോർ ലെസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഡ്രസ്സ് വിൽക്കുന്ന കമ്പനിയാണ്. ഏകദേശം 200+ ബ്രാൻഡ്സിന്റെ ഒരു വലിയൊരു ഔട്ട്ലെറ്റ്. അവരും ഓൾമോസ്റ്റ് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ വൺ മോർ കമ്പനി. ഇങ്ങനെ വളരെ റെപ്യൂട്ടഡ് ആയിട്ട് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന 3 കമ്പനീസ്. ഈ 3 കമ്പനീനെ അക്വയർ ചെയ്യാൻ, അതായത് പർച്ചേസ് ചെയ്യാൻ ആമസോണ് ഒരു ടെൻഡറുമായിട്ട് വന്നു ഇന്ത്യയിലേക്ക്. അപ്പൊ അന്ന് റിലയൻസ് കമ്പനി, അതായത് മുകേഷ് അംബാനി, ആമസോണിന്റെ ഈ വരവിനെ സ്റ്റേ കൊടുത്തു. അവന്റെ പൊളിറ്റിക്കൽ ഹോൾഡ് വെച്ചിട്ട് സ്റ്റേ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിന്റെ ആ അക്വിസിഷൻ, ഇന്ത്യയിലേക്കുള്ള ഓഫ്ലൈൻ ബിസിനസ് അങ്ങ് പർച്ചേസ് ചെയ്തിട്ട് അവരുടെ ഇന്ത്യയിലേക്കുള്ള എക്സ്പോഷർ കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആമസോണിന് സ്റ്റേ കൊടുക്കാൻ മാത്രമല്ല അംബാനി ചെയ്തത്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ 3 കമ്പനിനെ എന്ത് ചെയ്തു, റിലയൻസ് ഗ്രൂപ്പ് അങ്ങ് പർച്ചേസ് ചെയ്തു. എന്നിട്ട് ഇതൊക്കെ നടക്കുന്ന ഏകദേശം കൊറോണ സമയത്താണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഇപ്പോൾ ഇന്നൊറ്റ ബിഗ് ബസാറിന്റെ ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ബ്രാൻഡ് ഫാക്ടറിന്റെ ഔട്ട്ലെറ്റും കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞ 3rd കമ്പനി, അതിന്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഈ 3 കമ്പനീന്റെ പ്രസൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഈ ബിഗ് ബസാറുള്ള പലതും റിലയൻസിന്റെ സ്മാർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സ്മാർട്ട് അവരുടെ സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറി, ഒരു ഹൈപ്പർ മാർക്കറ്റ് കോൺസെപ്റ്റാണ്. അതിപ്പോൾ നിങ്ങൾക്ക് പല സ്ഥലത്തും കാണാൻ പറ്റും. അതുകൂടാതെ ഈ ബ്രാൻഡ് ഫാക്ടറി, അവിടെ റിലയൻസിന്റെ ട്രെൻഡ്സ് ഉണ്ട്, ഡ്രസ്സൊക്കെ വിൽക്കുന്ന റിലയൻസിന്റെ ട്രെൻഡ്സ് ഉണ്ട്. അവിടെയൊക്കെ ഡ്രസ്സ് ഇവരെന്ത് ചെയ്തു, ബ്രാൻഡ് ഫാക്ടറിയിൽ ഒരുപാട് ബ്രാൻഡ് ഉണ്ട്, അതൊക്കെ ഷട്ട് ഡൗൺ ചെയ്തു. അവിടെയൊക്കെ എന്ത് ചെയ്തു, റിലയൻസിന്റെ ട്രെൻഡ്സിന്റെ ബിസിനസ് ബൂസ്റ്റ് ചെയ്തു. ഇതാണ് ഇവർ ഓഫ്ലൈനിൽ ചെയ്തത്. ഇനി ഈ കമ്പനിയൊക്കെ അക്വയർ ചെയ്യുമ്പോൾ ബൾക്ക് നമ്പർ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് സ്റ്റോക്ക് ഇവരുടെ കയ്യിൽ വരും. എടാ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ എത്ര വലിയ രാജ്യമാണ്. ഇത്രയും വലിയ രാജ്യത്തെ ബൾക്ക് എമൗണ്ട് ഓഫ് സ്റ്റോക്ക്, അതായത് മൊത്തത്തിൽ ബിസിനസ് ചെയ്യുന്ന ഇവരുടെ സ്റ്റോക്ക് ആരെടുക്കേണ്ടി വരും? ആ കമ്പനിനെ അക്വയർ ചെയ്യുമ്പോൾ റിലയൻസ് എടുക്കേണ്ടി വരും. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇപ്പൊ ബ്രാൻഡ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഇപ്പോ കോഴിക്കോട് ഉണ്ടായിരുന്നു, അത് മിനിമം എല്ലാ ഔട്ട്ലെറ്റും ഒരു 2 ഫ്ലോർ ഉണ്ട്. 2 ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഇപ്പോ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. 1000-കണക്കിന് 10,000-കണക്കിന് ഡ്രസ്സസ് അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഹോൾ ഓവർ ഇന്ത്യ. അപ്പൊ എത്ര സ്റ്റോക്ക് ഉണ്ടാവും? ഈ സ്റ്റോക്കൊക്കെ ഇവരെന്ത് ചെയ്തു, ഒരു വെയർ ഹൗസ്, ഗോഡൗൺ എടുത്തിട്ട് അതിൽ ഡംപ് ചെയ്തു. എന്നിട്ട് അവർ ഓൺലൈൻ ത്രൂ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു, ദാറ്റ് ഈസ് കോൾഡ് അജിയോ, AJIO, അജിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലർ ആയിരിക്കും. ഈ അജിയോയിലേക്ക് അവരെന്ത് ചെയ്തു,
ഈ പ്രൊഡക്ട്സ് ഒക്കെ, ഗുഡ്സ് ആൻഡ് സർവീസ്, ഈ ഗുഡ്സ് ഒക്കെ അത് ത്രൂ സോൾഡ് ഔട്ട് ചെയ്തു. അങ്ങനെ ഒരു 2022 ഒക്കെ ആകുമ്പോഴേക്ക് അജിയോ വലിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ അവർ വലിയൊരു എക്സ്പോഷറിലേക്കാണ് പോയത്. പ്ലസ് ഇത് കൂടാതെ റിലയൻസിന്റെ ഓൺലൈൻ സ്മാർട്ട് എന്ന് പറഞ്ഞ ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് കോൺസെപ്റ്റും പിന്നെ ഡ്രസ്സിന്റെ ബ്രാൻഡും ഇതൊക്കെ എന്തായി ഒന്നും കൂടി വലിയ രീതിയിൽ എക്സ്പാൻഡ് ആയി. ഇവിടെ സത്യത്തിൽ എന്താ നടന്നത്? അംബാനി കഴിഞ്ഞ ഒരു 4-5 വർഷം കൊണ്ട് അവരുടെ ഓൺലൈൻ പ്രസൻസ് ഇവിടെ അറിയിക്കുകയാണ് അല്ലേ. അതായത് ആമസോണ് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് എഗെയിൻസ്റ്റ് അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അജിയോയിൽ കിട്ടാത്ത പ്രൊഡക്ട്സ് ഇല്ല. വെൽ മെയിൻറ്റൈൻഡ് അടിപൊളിയായിട്ട് ആപ്പായിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് ഓൺലൈൻ ബിസിനസ്സും ഇതായി ഓഫ്ലൈൻ ബിസിനസ്സുമായി. ഇപ്പൊ ഇവിടെ നോക്കറോ, ഈ 5ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഹൗ ടു എക്സ്പാൻഡ് ദ ബിസിനസ് ഇൻ ടു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആൻഡ് ഇൻക്രീസ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ബൈ 25% വിത്തിൻ ദ നെക്സ്റ്റ് 5 years. ഇതല്ലേ സത്യത്തിൽ മുകേഷ് അംബാനിന്റെ കേസിൽ സംഭവിച്ചത്. അപ്പൊ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഇനൊരു ഒഫീഷ്യൽ strategy is a set of actions taken by managers of a company to increase the company's performance. ഒരു കമ്പനിയുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ അതിൻ്റെ മാനേജ്മെന്റ് എടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാൻസ് ആർ ലോങ് ടേം. ശ്രദ്ധിക്കുക, കീ പോയിന്റ് ലോങ് ടേം, യൂഷ്വലി 5 years ഒക്കെയാണ്. ആൻഡ് ആർ ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ ആസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നെക്സ്റ്റ് പോയിന്റ്, ഒരു കമ്പനിയുടെ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക അതിന്റെ അൾട്ടിമേറ്റ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഒരു കമ്പനീന്റെ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നതിൽ മിഡിൽ ലെവലോ ലോവർ ലെവലോ പ്രസൻസ് ഉണ്ടാവില്ല. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നത് ഉണ്ടാവുക. ആ കമ്പനീന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണോ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സെറ്റ് ഓഫ് ആക്ഷൻസ് ചെയ്യണം അതിനെ മൊത്തത്തിൽ പറഞ്ഞാണ് സ്ട്രാറ്റജി. ദ കമ്പനീസ് ടോപ്പ് മാനേജ്മെന്റ് ലീഡ്സ് ദ സ്ട്രാറ്റജിക് പ്ലാനിങ് എഫേർട്സ് ആൻഡ് മേക്ക് ദ ഫൈനൽ ഡിസിഷൻ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി പ്ലാനിങ്, സ്ട്രാറ്റജി പറഞ്ഞു. ഇനി സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ പ്ലാനിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പ്ലാനിങ് അറിയാം, ഇൻ ജനറൽ റെഫേഴ്സ് ടു ദ പ്രോസസ്. ഒരു പ്രോസസ്സാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പ്രൊവൈഡ്സ് ഗൈഡൻസ്, നമ്മളത് ഗൈഡ് ചെയ്യും, അതായത് എങ്ങനെ നമ്മൾ സഞ്ചരിക്കണം. ആൻഡ് ഡയറക്ഷൻ, അതൊരു റൂട്ട് മാപ്പാണ്. റിഗാർഡിങ് വാട്ട് ആൻ ഓർഗനൈസേഷൻ നീഡ്സ് ടു ഡു ത്രൂ ഔട്ട് ഇറ്റ്സ് ഓപ്പറേഷൻസ്. ഒരു ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ അത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിന്റെ ഗൈഡ് ലൈൻ, ഇതാണ് പ്ലാനിങ്. ദി അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു അച്ചീവ് സുപ്പീരിയർ പെർഫോമൻസ് ഇൻ കമ്പാരിസൺ വിത്ത് പെർഫോമൻസ് ഓഫ് ദെയർ കോമ്പറ്റീറ്റർ. ഇപ്പോൾ ആര് ബിസിനസ് തുടങ്ങുമ്പോഴും, ഇപ്പൊ സിങ്ക് ഉദ്ദേശിക്കുന്നതും ഓൺലൈനിൽ നല്ലൊരു മറ്റ് കോമ്പറ്റീറ്റർ കൊടുക്കുന്നതിനേക്കാൾ നല്ല ക്വാളിറ്റി, കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആണ്, നല്ല ക്വാളിറ്റി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ആര് ബിസിനസ് തുടങ്ങുമ്പോഴും ആ ഏതെങ്കിലും ഒരു മാർക്കറ്റിലായിരിക്കും നമ്മൾ പ്രസൻസ് അറിയിക്കാം. അത് മേ ബി ഒരു നാരോ മാർക്കറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു വലിയൊരു വൈഡ് മാർക്കറ്റ് ആവാം. എനിവേ, എന്ത് മാർക്കറ്റ് ആയാലും ആ മാർക്കറ്റിൽ നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് എല്ലാവരുടെ ഉദ്ദേശം. എല്ലാവരും ബിസിനസ് ചെയ്യുമ്പോൾ അത് സക്സസ് ആവണം, ഒരു വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് തുടങ്ങുന്നത്. അപ്പോൾ വെൻ സുപ്പീരിയർ പെർഫോമൻസ് ഈസ് അച്ചീവ്ഡ്, ഇത് അച്ചീവ് ചെയ്തതിനാൽ, അതായത് കമ്പയർ ടു അവർ കോമ്പറ്റീറ്റേഴ്സ് എന്താണ്, നമ്മൾ കുറച്ച് അപ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കമ്പനി പ്രോഫിറ്റബിലിറ്റി വിൽ ഇൻക്രീസ്, നമ്മുടെ ലാഭം എന്താവും, കൂടും. വെൻ പ്രോഫിറ്റ്സ് ആർ ഗ്രോയിങ്, നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ലാഭം ഇങ്ങനെ കൂടുമ്പോൾ, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ വിൽ ഗ്രോ. നമ്മുടെ ഷെയർ ഹോൾഡർ മീൻസ് നമ്മുടെ ബിസിനസ്സിലേക്ക് ലാഭം ആഗ്രഹിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ്, ദേ ആർ കോൾഡ് ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. അവരുടെ വാല്യൂ എന്താവും, മാക്സിമൈസ് ആവും. ഇതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മൾ ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് എങ്ങനെ ചെയ്യാം, അത് പ്ലാൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഈ സത്യം പറഞ്ഞാൽ ഈ സെക്ഷൻ ബിയിലുള്ളടാ ചുമ്മാ ഒരു ബിസിനസിന്റെ പ്ലാനിങ് പറഞ്ഞു പോകുന്നതിന് പകരം ആ ബിസിനസിന്റെ അകത്തുള്ള ഈച്ച് ആൻഡ് എവറി സംഭവത്തിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യാം. അപ്പൊ നമുക്ക് വലിയൊരു പിക്ചർ, ഫ്യൂച്ചറിനെ പറ്റിയുള്ള വലിയൊരു ക്ലാരിറ്റി വരും. ഈ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അടുത്ത കുറച്ച് വർഷം കൊണ്ട് മാർക്കറ്റിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്ന സാധനം, നമ്മുടെ ഒരു വേ ഓഫ് ബിസിനസ്, അതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി നമ്മൾക്കുണ്ട് അല്ലേ. നമ്മൾക്ക് ക്ലാരിറ്റിയുള്ള എന്താ പറയുക, ഇൻഫോർമേറ്റീവ് ആയിട്ട് എടുക്കുന്ന തീരുമാനം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഏത് ഓഡിയൻസിന്റെ മുന്നിലാണോ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, ഡെഫിനറ്റ്ലി അത് വർക്കൗട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ പറ്റി നമ്മൾക്ക് ക്ലാരിറ്റി കൂടുതലാണെങ്കിൽ, നമ്മൾ ഏത് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിന്റെ, ഏത് കസ്റ്റമേഴ്സിന്റെ മുന്നിലാണോ അത് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്,
ഓട്ടോമാറ്റിക്കലി അവരും കൺവിൻസ്ഡ് ആവും. ചില ആൾക്കാർ ബിസിനസ് തുടങ്ങാറില്ലേ, അവൻക്ക് തന്നെ അറിയില്ല അവന്റെ ബിസിനസ് എന്താണ്. എല്ലാവരും തുടങ്ങുന്നുണ്ട്, കുറച്ച് പൈസയുണ്ട്, അതുകൊണ്ട് ദർഫോർ എന്തെങ്കിലും സംതിങ് നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ. ഒരിക്കലും ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ബിസിനസ് തുടങ്ങരുത്. ബിസിനസ് എന്നുള്ളത്, അതിൻ്റെ ഒരു സ്ട്രാറ്റജി പ്ലാനിങ് എന്നുള്ളത് വലിയൊരു പ്രോസസ്സാണ്. നമുക്ക് നോക്കാം എന്താണ് ഇതിലേക്കുള്ള. അതിനു മുന്നേ ബിസിനസ്സിനെ ഞാൻ പറഞ്ഞു വൈഡർ സെൻസിൽ കാണാം. എപ്പോഴും ബിസിനസ്സിനില്ലടാ, വൈഡർ സെൻസിൽ കാണാം. നിങ്ങളിപ്പോൾ ഭാവിയിൽ ഒരു കമ്പനീൻ്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്കായിരിക്കും നിങ്ങൾ കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ എത്തട്ടെ. അങ്ങനെ എല്ലാവരും ഈ കോഴ്സ് പഠിക്കുന്ന എല്ലാ കുട്ടികളും അവരുടെ കരിയർ വൈസ് വലിയൊരു ഗ്രോത്തിലേക്ക് എത്തട്ടെ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു CFO CEO അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ് പൊസിഷൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ ഈ ടണൽ വിഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഭയങ്കര നെഗറ്റീവാണ്. ഒരു ബിസിനസിന്റെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ പറയില്ലേ പൊട്ടക്കിണറ്റിലെ തവളകൾ എന്നൊക്കെ പറയില്ലേ. ഈ ടണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തുരങ്കം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു തുരങ്കത്തിന്റെ അകത്തേക്ക് കയറുമ്പോൾ, ജസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിനേറിയോ ഒന്ന് ഇമാജിൻ ചെയ്യുക. നമ്മളൊരു തുരങ്കത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിലുള്ള, ഇവിടുന്ന് കയറിയാൽ നമ്മളൊരു 3-4 കിലോമീറ്റേഴ്സ് പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ നമ്മളൊരു ടണലിന്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ആ ടണലിന്റെ നമ്മുടെ ഇൻഫ്രണ്ടിൽ എന്താണോ ഒരു മണ്ണ് അല്ലെങ്കിൽ ഒരു പഴുതാരിയും അങ്ങനെ വോട്ടവർ, അതായിരിക്കും കാണാം. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്താൽ ഇരുട്ട് കാണും, പിന്നെ സ്റ്റെപ്പ് എടുത്താൽ ഇരുട്ട്. നമ്മൾ ജസ്റ്റ് മുന്നിൽ മാത്രമേ കാണൂ. ഇനിയിപ്പോൾ വേറൊരു കേസ് സ്റ്റഡി പറയുകയാണെങ്കിൽ, ഒരു സ്വിമ്മിംഗ് പൂള്. ആ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾക്ക് പൊതുവെ അറിയാം, സ്വിമ്മിംഗ് പൂളിന്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ കളർ ആയിരിക്കും, അതിന്റെ കോട്ടിങ് ബ്ലൂ കളർ ആയിരിക്കും, അതിൽ നിറയെ വെള്ളം. നമ്മൾ രാത്രി എന്ത് ചെയ്തു, ഒരു വെള്ള കളർ ടോർച്ച് അതിലേക്ക് അടിച്ചു. ഒരു സ്വിമ്മിംഗ് പൂളിന്റെ മേലെ നിന്ന് നമ്മളിങ്ങനെ ടോർച്ച് അടിച്ചു. ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ടോർച്ചിന്റെ ലൈറ്റ് ഫസ്റ്റ് വെള്ളത്തിൽ റിയാക്ട് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. ദെൻ അത് അതിന്റെ സ്വിമ്മിംഗ് പൂളിന്റെ അടിഭാഗമില്ല, ഗ്രൗണ്ട്, അവിടെ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഈ 2 എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഒരു തുരങ്കത്തിന്റെ അകത്ത് കയറുന്നു, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട് മാത്രമേ കാണുന്നുള്ളൂ, അങ്ങ് എൻഡ് കാണുന്നില്ല. എന്നാൽ ടോർച്ച് സ്വിമ്മിംഗ് പൂളിൽ അടിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടും കാണുന്നുണ്ട്, എൻഡും കാണുന്നുണ്ട്. എനിവേ, ഒരു ബിസിനസ്സും ഷോർട്ട് ടേം ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ കാണരുത്. ഇന്ന് ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സിംഗിൾ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നെന്ന് വിചാരിക്കുക. അപ്പൊ ആ കുട്ടികളോട് ഇല്ലാത്ത പല മോഹ വാഗ്ദാനങ്ങളും നൽകി, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയോ പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്കൊരു 10-15 അഡ്മിഷൻ കൂടും. പക്ഷെ ലോങ് ടേമിൽ നമ്മളെ കുട്ടികളുടെ കരിയർ സ്പോയിൽ ചെയ്യല്ലേ, ലോങ് ടേമിൽ ചിന്തിക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല. ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഓരോ കുട്ടിയും നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് അവൻ വലിയൊരു ലക്ഷ്യം വെച്ചിട്ട് വരുന്നതാണ്. അപ്പൊ അവനെ എങ്ങനെ ഗൈഡ് ചെയ്യാം, അവന്റെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സ്, അവന്റെ സൊസൈറ്റിയിൽ എങ്ങനെ ബെറ്റർ ആക്കാം, ഇതല്ലേ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന്റെ പർപ്പസ്. അതിനൊരു റീസൺ മാത്രമാണ് CMAOS. അപ്പൊ ലോങ് ടേമിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഓൾവേസ് എങ്ങനെയായിരിക്കും ബിസിനസ്, ഓൾവേസ് എങ്ങനെയായിരിക്കും നമ്മൾ ടണലിന്റെ പുറത്തേക്ക് എങ്ങനെ ഇറങ്ങാം എന്നാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ താഴെ റിയാക്ഷൻ വരുന്നില്ല, അതാണ് നോക്കേണ്ടത്. അപ്പൊ ഇനി ഇത് കം ടു പ്ലാനിങ്, നമ്മുടെ ഇവിടത്തേക്ക് ഈ ടണൽ വിഷൻ കണക്ട് ചെയ്യുമ്പോൾ ഒരു ബിസിനസിന്റെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത് അതിന്റെ ടോപ്പ് മാനേജ്മെന്റ് ആണ്. ആ മാനേജ്മെന്റിലുള്ള ആൾക്കാർക്ക് ടണൽ വിഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം നാരോ സെൻസ്. അവർ ചിന്തിക്കുക വളരെ കുഡുസായിട്ടുള്ള നാരോ സെൻസിൽ എന്ത് ചെയ്യുക, അതായത് ഈ വർഷം എങ്ങനെ ലാഭകരമാക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ വർഷം അഡ്വർടൈസിങ് ഫണ്ട് കട്ട് ചെയ്യാം. കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും അഡ്വർടൈസിങ്ങിന് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളും ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റൂ. നമ്മൾ പറയാണ് നമുക്കിപ്പം ബിസിനസ് ഉണ്ടല്ലോ, ഈ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫണ്ട് ഇറക്കിയാൽ ഭാവിയിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും. അപ്പൊ ഈ ടണൽ വിഷനിലെ മാനേജർ പറയും, നമുക്ക് ഈ വർഷം മാക്സിമം എക്സ്പെൻസ് കുറക്കേണ്ടതാണ്. ഈ വർഷം അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇറക്കിയാൽ അതിന്റെ ഗുണം അടുത്ത വർഷം വരും. ഇയാൾ അത് കാണില്ല. അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ട്രെയിനിങ് ഒന്നും കൊടുക്കണ്ട, അങ്ങ് കയറ്റിയേക്ക്. ട്രെയിനിങ് കൊടുക്കാതെ പണിക്കാരെ കയറ്റിക്കഴിഞ്ഞാൽ, ലേബേഴ്സിനെ കയറ്റിക്കഴിഞ്ഞാൽ അവർ ലോങ് ടേമിൽ വലിയ മിസ്റ്റേക്ക് വരുത്തും. അപ്പോൾ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. മിക്ക ആൾക്കാരും ബിസിനസ്സിന് മടി കാണിക്കുന്നതാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് എന്ത് ചെയ്യില്ല, തീരെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. നമ്മൾക്കിത് അറിയുന്നല്ലേ. നിങ്ങളൊരു ചായക്കട തുടങ്ങുകയാണെങ്കിലും അതിനെപ്പറ്റി നന്നായിട്ട് റിസർച്ച് ചെയ്യണം, എന്നിട്ട് ആ ബിസിനസിനെ പറ്റി ആലോചിക്കാൻ പാടുള്ളൂ. അല്ലാതെ ചായ ഇപ്പൊ നമ്മൾ സ്ഥിരം കുടിക്കുന്നതല്ലേ, നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ടാവും. അത് ആ ഒരു ഫീൽഡിൽ ഇറങ്ങി ചെന്നാലേ നമുക്ക് മനസ്സിലാവും.
അപ്പോൾ എന്ത് വിഷയത്തിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഫണ്ട് ഇറക്കണം. അത് ഇറക്കാൻ പല ആൾക്കാർക്കും മടി. നമുക്കിതങ്ങ് ബിസിനസ് തുടങ്ങാം. ഒരിക്കലും ബിസിനസ്സിനെ ടണൽ വിഷനോടുകൂടി കാണരുത്. കസ്റ്റമർ ഇപ്പം എങ്ങനെ തൃപ്തിപ്പെടുത്താം, ലോങ് ടൈമിൽ അവൻ പിന്നെയും പിന്നെയും നമ്മുടെ കടയിൽ വരണം. അപ്പൊ ഈ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ ആലോചിക്കുകയാണെങ്കിൽ ടണൽ വിഷൻ ഇൻ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ് റെഫേഴ്സ് ടു എ നാരോ ആയിട്ട് ചിന്തിക്കുക. ഓവർലി ഫോക്കസ്ഡ് അപ്രോച്ച് വേർ ഡിസിഷൻ മേക്കേഴ്സ് കോൺസെൻട്രേറ്റ് ഓൺ ലിമിറ്റഡ് ആസ്പെക്ട് ഓഫ് ദി പ്ലാൻ ഓർ ബഡ്ജറ്റ്. അവൻ വെറും അതിന്റെ അകത്ത് ഒരു ഇട്ടാവട്ടത്ത് ഒരു സറൗണ്ടിങ്സിൽ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഔട്ട് ഓഫ് ദ ബോക്സ് അവൻ പോകുന്നില്ല. വലിയ പ്രശ്നമാണ്. വൈൽ ഇഗ്നോറിംഗ് ബ്രോഡർ പെർസ്പെക്റ്റീവ്. കമ്പനിക്ക് ലോങ് ടേമിൽ അച്ചീവ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അല്ലാതെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഓർ പൊട്ടൻഷ്യൽ റിസ്ക് ഇതൊന്നും നോക്കാതെ നമുക്ക് ഇപ്പോൾ ഈ വർഷം എങ്ങനെ ലാഭമാവാം, ഈ വർഷം എൻ്റെ ഇൻസെന്റീവ് എങ്ങനെ കൂട്ടാം, ഈ വർഷം എൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പെർഫോമൻസ് എങ്ങനെ ചെയ്യാം എന്നല്ല നോക്കേണ്ടത്. കമ്പനി ലോങ് ടേമിൽ എങ്ങനെ സക്സസ് ആവും. ഇപ്പം കുറച്ച് ഒന്ന് പേഷ്യൻസോടുകൂടി നിന്ന് കഴിഞ്ഞാൽ ലോങ് ടേമിൽ എങ്ങനെ അടിപൊളി ആവാം എന്നുള്ളതാണ്. ഇപ്പോ എന്താണ്, പണ്ട് 2002 ടെസ്ല ഇലക്ട്രിക് വെഹിക്കിളിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ അന്ന് ആൾക്കാർ അതൊരു ഭ്രാന്തമായ ഐഡിയ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി. അന്ന് ഈ ടണൽ വിഷനോടുകൂടി ഇലോൺ മസ്ക് ആൻഡ് ടീംസ് ചിന്തിച്ചിരുന്നുവെങ്കിൽ വിയിൽ ഇത്രയും ഇലക്ട്രിക് വെഹിക്കിൾസിൽ ഇത്രയും റെവല്യൂഷൻ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്കിത് ഇപ്പോഴൊന്നും പ്രോഫിറ്റബിൾ ആവില്ല, തൽക്കാലം ഈ പ്രൊജക്ട് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ ചില ബിസിനസ് ലോങ് ടേമിൽ അടിപൊളിയായിരിക്കും. ബിസിനസ്സിന് ഓൾവേസ് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കാണാം. നിങ്ങൾ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ട്, ടെമ്പററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കസ്റ്റമറെ ചീറ്റ് ചെയ്യരുത്. ഇതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദിസ് ക്യാൻ ലീഡ് ടു സബ് ഒപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ, ഒപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പര്യാപ്തമായ അല്ലെങ്കിൽ അടിപൊളി ഡിസിഷൻസ്. ഇവിടെ സബ് അപര്യാപ്തമായ, അതായത് ഒട്ടും സ്യൂട്ടബിൾ അല്ലാത്ത തീരുമാനമായിരിക്കും. ആൻഡ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ പലതും വെറുതെ നഷ്ടപ്പെടുത്തുകയാണ് ബിക്കോസ് ഓഫ് ടണൽ വിഷൻ. ഈ ടണൽ വിഷൻ ഇതിന്റെ കുറച്ച് ഒന്നും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓവർ എംഫസൈസ് ഓൺ ഷോർട്ട് ടേം ഗോൾ. ഈ എല്ലാം താൽക്കാലികം ആയിട്ട് നോക്കും. ഫോക്കസിങ് ടു മച്ച് ഓൺ ഇമ്മീഡിയറ്റ് കോസ്റ്റ് സേവിങ്സ് ഓർ റവന്യൂ ടാർഗറ്റ്. ഇപ്പൊ 10 കുട്ടികളെ അഡ്മിഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അവരോട് പറയണം, അതൊക്കെ ഒന്ന് വെച്ച് തള്ളുക. ആ കുട്ടികളെ അഡ്മിഷൻ എടുക്കുക. എടാ, ഒരു കുട്ടി ഒരു കോഴ്സിന് വരുമ്പോൾ അവൻ വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വരുമ്പോൾ അവൻ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ റവന്യൂ എന്നുള്ള പെർസ്പെക്റ്റീവ് മാത്രം നോക്കാതെ, ഡെഫിനറ്റ്ലി റവന്യൂ ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, അതൊക്കെ ഒരു കൺസേൺ തന്നെയാണ്. അതിനേക്കാൾ ഉപരി ആ കുട്ടി എന്താണോ കരിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല അവിടെ ലോങ് ടൈമിൽ നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവൻ ത്രൂ പിന്നെയും പിന്നെയും സ്റ്റുഡൻസിന് നമ്മൾക്ക് കിട്ടും. അല്ലെങ്കിൽ വിത്തൗട്ട് കൺസിഡറിങ് ലോങ് ടേം ഇമ്പാക്ട്സ്. ടൂ മച്ച് എന്ത് ചെയ്യുക, ഷോർട്ട് ടേം കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് ചെയ്യരുത് എന്നുള്ള സാധനമാണ് അതിൽ പറയുന്നത്. ഇതൊരു നെഗറ്റീവായിട്ടാണ് അഡ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നെഗ്ലക്ട് ഓഫ് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്, ഇഗ്നോറിങ് നോൺ ഫൈനാൻഷ്യൽ എലിമെന്റ്സ്. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എൻ എ ബിസിനസ് ഈസ് ടു അച്ചീവ് സുപ്പീരിയർ പ്രോഫിറ്റബിലിറ്റി, അല്ലേ? അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. ഈ വെൽത്ത് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്. നമ്മൾക്ക് അതിലേക്ക് ചെന്നെത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നോൺ ഫൈനാൻഷ്യൽ എലിമെന്റ്സ് ഉണ്ട്. നോൺ ഫൈനാൻഷ്യൽ എലിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി മൊറാലി, അതായത് എംപ്ലോയീസിന് ഓൺ ടൈം അവർക്ക് തക്കതായിട്ടുള്ള വേജസ് പ്രൊവൈഡ് ചെയ്യുക, നല്ലൊരു സേഫ് ആയിട്ടുള്ള വർക്ക് അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ലൈക്ക് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുക. കസ്റ്റമറെ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഹൈ പ്രൈസ്, ഇതല്ല. സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. അല്ലെങ്കിൽ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ. ഇങ്ങനെ പൈസനെ കൊണ്ട് അളക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. ബിസിനസ് എത്തിക്കലാവണം, കുറച്ച് വാല്യൂസ് കീപ്പ് ചെയ്യണം, കസ്റ്റമേഴ്സിന്റെ സമയം, കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ്, ചോയ്സ്, ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ബിസിനസ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യം ടണൽ വിഷനുള്ള മാനേജേഴ്സ് എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും. അവര് എങ്ങനെ ഈസി വേയിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാം, ദർ ഇസ് നോ ഈസി വേ ടു മേക്ക് മണി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. എപ്പോഴും വർക്ക് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇഗ്നോറിങ് എക്സ്റ്റേണൽ എൻവറോൺമെന്റ്. എക്സ്റ്റേണൽ എൻവറോൺമെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ, കമ്പനീന്റെ പുറത്തുള്ള, ഫെയിലിംഗ് ടു അക്കൗണ്ട് ഫോർ മാർക്കറ്റ് ട്രെൻഡ്. മാർക്കറ്റിൽ എല്ലാവരും പുതിയ പുതിയ ടെക്നോളജി, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ പുതിയ പുതിയ സിസ്റ്റത്തിലേക്ക് മാറാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് മാറാണ്, ടൂൾ വെക്കാണ്. നമ്മൾ ഇതിനൊക്കെ പറ്റി, നമ്മൾക്ക് ഇപ്പം ബിസിനസ് ഉണ്ടല്ലോ, ലോങ് ടേമിൽ എന്തിനാണ്? തെറ്റാണ്. കോമ്പറ്റീറ്റർ ബിഹേവിയർ, അവരെന്ത് വേണേലും ചെയ്തോട്ടെ, അവരെന്ത് ഓഫർ വേണേലും കൊടുത്തോട്ടെ, നമ്മൾ അതിനെപ്പറ്റി അവെയർ ആവേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇപ്പൊ കസ്റ്റമർ ഉണ്ടല്ലോ. എടാ, ഇങ്ങനെ എത്ര കമ്പനി മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞാണ് ബ്ലാക്ക്ബെറി എന്ന് പറയുന്ന കമ്പനി. ബ്ലാക്ക്ബെറിക്ക് സംഭവിച്ചത്, ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഒരു കേസ് സ്റ്റഡി വേറൊരു സ്ഥലത്ത് എടുക്കുന്നുണ്ട്, എന്നാലും ഒരു ചെറിയൊരു ഇൻസൈറ്റ്. ബ്ലാക്ക്ബെറിക്ക് സംഭവിച്ചത്, ആപ്പിള് പല പല iOS പല പല അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്ന സമയത്ത് ബ്ലാക്ക്ബെറി അതിനെപ്പറ്റി കൺസിഡർ ആയിരുന്നില്ല, അവെയർ ആയിരുന്നില്ല.
അവരിതൊക്കെ ഇഗ്നോർ ചെയ്തു. എന്ത് സംഭവിച്ചു? കമ്പനി ഷട്ട് ഡൗൺ ചെയ്യണമെന്നോ? റെഗുലേറ്ററി ചേഞ്ചസ്, നമ്മുടെ മാർക്കറ്റിൽ വരുന്ന നിയമവശം, പൊളിറ്റിക്കൽ അവസ്ഥ, അല്ലെങ്കിൽ ലീഗലി ഉള്ള പെർസ്പെക്റ്റീവ്സ്, ഇതിനൊക്കെ GST അല്ലെങ്കിൽ മറ്റേ ടാക്സിന്റെ ചേഞ്ചസ്, ഇതൊക്കെ നമ്മൾ അറിയണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫുഡ് സേഫ്റ്റി കൺസേൺ, ഫസായി സർട്ടിഫിക്കറ്റ്, അതിന്റെ പെർസ്പെക്റ്റീവ്സിനെ പറ്റി നമുക്ക് ഐഡിയ ഉണ്ടാവണം. നമ്മളൊരു ഫുഡ് ഇൻഡസ്ട്രിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ബിസിനസ് ചെയ്തത് താൽക്കാലിക നേട്ടത്തിന് കാണരുതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇക്കണോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ, ഇപ്പോൾ പഴയ കാലത്താണെങ്കിൽ അബ്രോഡ് എന്ന് പറഞ്ഞാൽ GCC, ഇപ്പൊ കേരളത്തിലെല്ലാവരും GCCയിലേക്ക് മാത്രം പോകുന്ന ഒരു ട്രെൻഡായിരുന്നു. ഇപ്പോൾ ഏത് രാജ്യത്തിന്റെ ഏത് കോർണറിലേക്കും ആൾക്കാർക്ക് പോകാന്നുള്ളതാണ്. ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ഏത് കോർണറിലേക്കും ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, ഏത് രാജ്യത്തും ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ ഗുണം എന്താണ്? ഇവിടെ ഒരു മാർക്കറ്റിലുള്ള സപ്ലൈ ഓഫ് മണി, ഇക്കണോമി വലിയ രീതിയിൽ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻഫ്ലേഷന്റെ എഫക്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ജസ്റ്റ് ഒന്ന് ഒരു സം ഇൻസൈറ്റ് പറയുന്നത് മാത്രം. ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒന്നും വറീഡ് ആവാതെ, ഫോക്കസ് ചെയ്യാതെ, ഇതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് ഈ വർഷം അല്ലെങ്കിൽ ഈ ക്വാർട്ടറിൽ എങ്ങനെ ലാഭകരമാവാം എന്നൊരിക്കലും എന്ത് ചെയ്ത് ആ ഒരു പെർസ്പെക്റ്റീവിൽ ഒരിക്കലും ബിസിനസ്സിനെ കാണാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സെക്ഷൻ ബിയിലെ പ്ലാനിങ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ.